ഇവിടുത്തെ ചർച്ച കേട്ടാൽ തോന്നുക ഞാനൊരു മലയാളി എന്ന നിലയിൽ അഭിമാനിക്കുന്ന ഒരാളാണ്. ദരിദ്രവാസിയായി ജനിച്ച് നല്ല വിദ്യാഭ്യാസം നേടാൻ പറ്റി സുഖമായി ജീവിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇവിടെ കേട്ടാൽ തോന്നുക പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ പ്രപഞ്ചത്തിലും മനുഷ്യ സമൂഹത്തിലും എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതാണെന്നൊരു ശാസ്ത്രമാണ്. നമ്മൾ ഇന്ത്യ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലൊന്നാണ്. ഏത് ഇന്ത്യയിലെ 36 കോടി ആളുകൾ പട്ടിണി കിടക്കുന്ന ഇന്ത്യയിലെ, 35 കോടി ആളുകൾ നിരക്ഷരായ ഇന്ത്യയിലെ, കോടാനുകോടി കുട്ടികൾ സ്കൂളിൽ പോകാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് കേരളം എന്നതുകൂടി കാണേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇപ്പൊ കർണാടകത്തിൽ ആളുകൾ പോകുന്നത് അവിടുത്തെ ആളുകൾ സ്കൂളിൽ പഠിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ഈ അഡ്മിഷൻ ഇതിൽ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിക്കുന്ന ഒരാളാണ്. തമിഴ്നാട്ടിലും പിന്നെ മംഗലാപുരത്തും അവിടെ വിദ്യാഭ്യാസം നേടി ആളുകൾ മുഴുവൻ പഠിക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എന്താ അതുപോലെ ഈ 3.5 കോടി മലയാളികളുള്ള നാട്ടിൽ 5-10 ലക്ഷം ആളുകൾ അങ്ങോട്ട് പോകുന്നത് നല്ലതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഈ ഇന്ത്യ, ഈ കേരളത്തെ 100% സാക്ഷരത 33 കൊല്ലം മുമ്പേ നേടിയ കേരളത്തെ, ഒരാൾ പോലും പട്ടിണി കിടക്കാത്ത കേരളത്തെ, മുഴുവൻ കുട്ടികളും സ്കൂളിൽ പോകുന്ന കേരളത്തെ ഞാൻ വെറുതെ പറയുകയില്ല. സന്തോഷ് ജി ലോകമൊട്ടാകെ പോയി, ഞാൻ ഇന്ത്യ ഒട്ടാകെ ഏകദേശം സഞ്ചരിച്ച് 70-ാം വയസ്സിൽ 71-ാം വയസ്സിൽ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഒരു ഭാഗം കാണുമ്പോഴും കേരളത്തിന്റെ മഹത്വം കൂടി കാണേണ്ടതല്ലേ? സന്തോഷ് ജി ഇപ്പോൾ കേരള ഇതിന്റെ മെമ്പർ കൂടിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളൊക്കെ അവിടെയും പറയാം. മോശമല്ല, നിങ്ങളെ ചർച്ചയൊക്കെ നല്ലത് തന്നെ. പക്ഷെ ഇത് മാത്രം കേട്ടാൽ കേരളം എന്തോ നാളെ മുടിഞ്ഞു പോകാൻ പറ്റില്ല. ലോകത്തിലെ നരകമായ ഇന്ത്യയിലെ സ്വർഗമാണ് കേരളം എന്നുകൂടി അതോടൊപ്പം പറയണം. അതാണ് ചോദ്യം.